ഞാൻ എലിമിനേറ്റ് ആയപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കരയത്തില്ല. അപ്പം മനസ്സ് കൊണ്ട് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പോയപ്പോൾ ആര്യനെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ബിക്കോസ് ഞാൻ പുറത്തു പോയാലും എനിക്കൊരു ആര്യൻ ജയിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. മോനെ ഹരി, നീ ഒറ്റക്കല്ല, എങ്ങനെയാണ് നിന്നെ ഒറ്റക്ക് വിടുക? താങ്കളും ആര്യനുള്ള സ്ഥാനത്തിന് മാത്രം ഒരു കുറ്റപ്പെടുത്തുകയും അവരുള്ളത് ഫ്രണ്ട്ഷിപ്പാന്ന് പറയുമ്പോഴെന്താ തോന്നുന്നത്? കാണുന്ന ആൾക്കാരുടെ കണ്ണിനാണ് കുരു. അതൊരു സത്യം മാത്രം. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പേടി അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് ഞാനൊരു തൊലി കട്ടിയുള്ള ആളാണ്. ഇവളാണ് മോനെ ആൺകുട്ടി. കപ്പിനെ കാറ്റ് കൂടുതൽ എനിക്ക് സ്നേഹം കിട്ടിയെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി. ആ അക്സെപ്റ്റൻസ്, ആ സ്നേഹം, അത് മതി എനിക്ക്. അൻപുക്കും പാസത്തുക്കും ഞാൻ എവ്വളവോ കടമപ്പെട്ടിരിക്കേ. ഷാനവാസ് പറയുന്ന പോലെ ഞാൻ മൊത്തം ലൈക്ക് ചുരിദാർ എല്ലാ ദിവസവും ഇട്ടിട്ട് സാരി ഇട്ടിട്ട് കുടുംബശ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ഫേക്ക് ആയിരിക്കും. നിനക്കും ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലട്ടാ. അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് PR ഉണ്ട്, ഞാൻ 16 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ അകത്തായിരുന്നപ്പോൾ കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പണം ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമല്ല. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. ഞാൻ ഓർക്കണം 16 ലക്ഷം നമുക്ക് കൊടുത്താൽ കുറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും, അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസ്സിങ് കിട്ടത്തില്ല. ഇവളാള് കൊള്ളാമല്ലോ. ഷാനവാസ് എന്ന് വെച്ചാൽ ഷാനവാസ് ഓർക്കും ഞാൻ കുറേ സ്മാർട്ടാണ്, പക്ഷേ ചിലപ്പം ഇത്തിരി ബുദ്ധി ഉപയോഗിക്കത്തില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാനൊരു കുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളർന്ന് വലുതായി മോഡലിംഗ് ചെയ്ത് ആക്ടിങ് ചെയ്തൊക്കെ സ്ട്രോങ് ആണപ്പോൾ അല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പേടിച്ചിരിക്കുമ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിന്റെ വിജയമാണ്. നീയാണ് ഇവിടുത്തെ ഹീറോ. 7ന്റെ പണി എൻ്റെ കർത്താവേ, 7ന്റെ പണി എൻ്റെ കുടുംബക്കാരെ എന്നെ രക്ഷിക്കണം. ഇത് 7ന്റെ പണി എനിക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.